ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു വൈകുന്നേരമായ സമയത്തെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മോള് കുറച്ച് ദിവസമായി പുഴയിൽ പോകണം എന്ന് ഇങ്ങനെ പറയുന്നു. കുറ്റിയാടി പോയി വന്ന അന്ന് മുതൽ തുടങ്ങിയതാണോളെ ഇനിയും പുഴയ്ക്ക് പോകണം എന്ന് പറയല്. ഇത് നമ്മളെ തൊട്ട അയൽവാസിയാണ് കേട്ടോ. ഒരു വിറകെടുത്തിട്ട് വരികയാണ് മേലെന്ന്. നമ്മളിത് എങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ കയറി പോവാൻ കേട്ടോ. നല്ല പണിയാണ് ഇതിൽ കൂടെ കയറി പോവാൻ. നമ്മുടെ വീട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള കുന്നിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പുഴ വരുന്നത്. കാക്കതേ ആരോ വിളിക്കാൻ അയച്ചിട്ട് പോണമാതിരി ധൃതിയിൽ പോണുണ്ട്. അങ്ങ് കാണുന്നതാണ് കേട്ടോ അവിടുത്തെ വായനശാല. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. താഴെ കാണുന്നതൊക്കെ ഓരോരുത്തരോ സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ വാഴത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോണ വഴിക്ക് ഉമ്മ ഇങ്ങനെ പറയുണ്ടായിരുന്നു ആന വന്ന് ചവിട്ടേൻ്റെ അടയാളങ്ങളാണെന്ന്. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ ചുറ്റിലും കാണാൻ. ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളിലൊക്കെ തന്നെയാണ് കേട്ടോ ഉമ്മൊക്കെ പണിയെടുക്കണത്. അപ്പോൾ നടക്കണതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ദേ ഈ വരുന്നവരൊക്കെ ഉമ്മാൻ്റെ കൂടെ പണിയെടുക്കണവരാണ്. ഇവരൊക്കെ പണി കഴിഞ്ഞ് പോവാണ്. ഓരൊക്കെ ഈ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത് വിറകാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ച. ഇങ്ങനെ നമ്മളിതേ നടന്ന് പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പുഴ. ഇതിനെ പുഴ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കാണാൻ വളരെ ചെറുതാണ്, എന്നാലും അത്യാവശ്യത്തിന് ഒഴുക്കുണ്ട്. വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഴനെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. ആദ്യം വന്ന സമയത്തൊക്കെ ഇവിടെ ഒരു മരത്തിൻ്റെ പാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം കാണുന്ന ഈ പാലം പുതിയതായി ഉണ്ടാക്കിയതാണ്. വെള്ളം കണ്ടപ്പോൾ ഉള്ള മോളെ സന്തോഷം കണ്ടില്ലേ. ഈ പോക്ക് പോയിട്ട് പിന്നെ കുളി നനയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഓള് വെള്ളത്തിൽ നിന്ന് കയറിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്യാവശ്യം ഒഴുക്കുണ്ട് വെള്ളത്തിന്. അതിലേറെ വെള്ളത്തിൻ്റെ സൗണ്ടും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു വൈബാണ്. പിന്നെ കുറേ അധികം സമയം ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. മോള് കണ്ടിയിലായിരിക്കുന്നത്. അവിടെ ഒന്നൊന്നര കളിയായിരുന്നു അവിടുന്ന് വെള്ളത്തിൽ. കാക്കയാണെങ്കിൽ കുറേ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ഫോട്ടോസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട്. കണ്ടില്ലേ പാറമ്മ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണത്. ഏതായാലും എന്നെ കൊണ്ട് എടുപ്പിച്ചതല്ല. അപ്പം ഞാൻ തിരിച്ചു എൻ്റെതും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞൊരു 5:45 ആയ സമയത്ത് ഞങ്ങൾ തിരിച്ചു കയറി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പാലത്തുമ്പോൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നേരെ പോന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയ വഴിക്കല്ല കേട്ടോ, വേറെ വഴിക്കാണ് തിരിച്ചു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വഴി കുറച്ച് ഡേഞ്ചർ ആണെന്നാ. കാരണം താഴത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു കുണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ ഉമ്മക്ക് സ്ഥിരമായിട്ട് തേയില വെട്ടുന്ന സ്ഥലമാണത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴി കൂടെ ഒക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഞങ്ങൾ ഏകദേശം വീടെത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.